നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 20. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ ഈ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം അതിശക്തമായ ഇടിവ് രേഖപ്പെടുത്തിയ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വീണ്ടും അതിശക്തമായ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും. കൂടാതെ 800-ലേറെ പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ച യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നേട്ടത്തിന്റെ പകുതിയിലേറെ ചോർന്നു പോയിക്കൊണ്ട് 450 പോയിന്റുകളുടെ നഷ്ടമാണ് പ്രതിഫലിപ്പിക്കുന്നതും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഹോർമുസ് കടലിടുക്ക് നിശ്ചലമായി തന്നെ തുടരുകയാണ്. ഇന്ത്യൻ സമയം ഇന്ന് വൈകുന്നേരം 7:30 കൂടിയിട്ടാണ് രണ്ടാഴ്ചകൾക്ക് മുന്നേ ട്രംപ് നൽകിയിരിക്കുന്ന ഡെഡ് ലൈൻ അവസാനിക്കുക. എന്നാൽ ഇതിനു മുന്നോടിയായിട്ട് ഇന്നലെ രാത്രിയിൽ യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും പുതിയ പ്രഖ്യാപനം വന്നു. അതായത് ഇറാൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായിട്ട് യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ വീണ്ടും പ്രതിനിധി സംഘത്തെ പാകിസ്ഥാനിലേക്ക് അയക്കുകയാണെന്നും എന്നാൽ ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും ട്രംപ് നൽകുകയും ചെയ്തു. മാത്രമല്ല, ഒരു ഡീലിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുവാൻ പോകുന്നുവെന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയും ചെയ്തു. എന്നാൽ ഇതുവരെ ഔദ്യോഗികമായിട്ട് യുഎസും ഇറാനും തമ്മിൽ നടത്താൻ പോകുന്ന ചർച്ചകളെ കുറിച്ചുള്ള ഒരു കാര്യവും പുറത്തു വന്നിട്ടില്ല. എപ്പോൾ ചർച്ച ആരംഭിക്കുമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇതുവരെ ഒരു സ്ഥിരീകരണം വരികയും ചെയ്തിട്ടില്ല. അതുകൂടാതെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് തിങ്കളാഴ്ചയായിരിക്കും യുഎസിൽ നിന്നുള്ള പ്രതിനിധി സംഘം ചർച്ചയ്ക്കായിട്ട് പാകിസ്ഥാനിലേക്ക് പുറപ്പെടാൻ വേണ്ടി പോകുന്നതെന്ന്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്നും പ്രതിനിധികളെ അയക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സ് ഒന്നും ഇതുവരെ വന്നിട്ടുമില്ല. എന്നാൽ ചർച്ചയിൽ നിന്നും അവർ പിന്നോട്ട് നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സുമാണ് വന്നുകൊണ്ടിരിക്കുന്നതും. ആയതിനാൽ തന്നെ ട്രംപിന്റെ ഈ ഒരു അവകാശവാദങ്ങൾ നമ്മൾ നോക്കിക്കണ്ട് തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. ഇത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ട്രംപ് സ്വന്തമായ നിലയിൽ ലോകത്തെ പറ്റിക്കുവാൻ നടത്തുന്ന പ്രസ്താവനകളാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒമാൻ ഉൾക്കടലിൽ വെച്ച് ഇറാനിയൻ കപ്പൽ പിന്തുടർന്ന് യുഎസ് പിടിച്ചെടുത്തതായിട്ടും ട്രംപ് അവകാശപ്പെടുന്നുമുണ്ട്. അതേസമയം ടെഹ്റാന്റെ ആണവ ആവശ്യങ്ങൾ നിഷേധിക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഒരു ന്യായീകരണവുമില്ലെന്നുള്ള പ്രസ്താവന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം 7:30 കൂടി ട്രംപിന്റെ ഡെഡ് ലൈൻ അവസാനിക്കാനിരിക്കെ യുഎസ് ഇറാൻ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നുള്ള പ്രതീക്ഷകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസിലൊക്കെ ഇന്ന് ഓവർനൈറ്റ് പൊസിഷൻസ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നവർ പല പ്രാവശ്യം ചിന്തിച്ചിട്ട് ചെയ്യുക. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഗ്രോ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, PNB ഹൗസിംഗ് ഫൈനാൻസ്, SML മഹേന്ദ്ര, നെൽകോ, PNB ഗ്ലിറ്റ്സ്, യുഗ്രോ ക്യാപിറ്റൽ, ഇൻഡോ സോളാർ, ഇൻഡ് ബാങ്ക് മെർച്ചന്റ് ബാങ്കിംഗ് സർവീസസ്, ജുപിറ്റർ ഇൻഫോമീഡിയ, നവഗാർ കോർപ്പറേഷൻ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 24,400 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനുകളിൽ ഇൻട്രാഡേ ബേസിസിൽ നിഫ്റ്റിക്ക് ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്യുവാനുമായി, എന്നാൽ ഇതിന് മുകളിലായിട്ട് നിലനിൽക്കുവാനും സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMA നിലകൊള്ളുന്ന 24,400 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,700, 24,800 എന്ന ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. കാരണം ഈ ലെവലുകളിലായിട്ടാണ് നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജുകളായ 100-ഡേ EMAയും 200-ഡേ EMAയും നിലകൊള്ളുന്നതും. എന്നാൽ അതേസമയം 24,100 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 24,000 എന്ന ലെവൽ സൈക്കോളജിക്കലുമാണ്. അതിനാൽ തന്നെ 24,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 23,900 എന്ന ലെവൽ ക്രൂഷ്യലായതിനാൽ തന്നെ ഈ ലെവൽ ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും വൈകുന്നേരം 5 മണിയോടുകൂടി മാർച്ച് മാസത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഡാറ്റയുടെ റിലീസ് ഉണ്ട്. ഗ്ലോബൽ ഇവന്റുകളിൽ വൈകുന്നേരം 6 മണിയോടുകൂടി കാനഡയിൽ നിന്നും മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് നടക്കാനിരിക്കുന്നു. വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടെ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈങ് തുടരുകയാണ് ഉണ്ടായതും. തൽഫലമായി
പ്രധാനമായി നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ 3 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് 1500 കോടി രൂപയുടെ ബൈയിങ് ആണ് ഏറെ കാലങ്ങൾക്ക് ശേഷം അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്. ഇനി ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടെ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി HDFC ബാങ്ക് ADRന് 4%-ലേറെയും, ആക്സിസ് ബാങ്ക് ADRന് 2.5%-ലേറെയും, ICICI ബാങ്ക് ADRന് 1.5%-അടുത്തും, ഡോക്ടർ റെഡ്ഡീസിന് 1.25%-ലേറെയും, ഇൻഫോസിസിന് 0.5%-ലേറെയും, വിപ്രോ ADRന് 1.25%-ലേറെയും നേട്ടത്തോടുകൂടെ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഈ വീക്കെൻഡില് ഇൻഡെക്സിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, ICICI ബാങ്ക്, യെസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അവയുടെ ഒരു ഇമ്പാക്റ്റും ഇന്ന് മാർക്കറ്റിൽ ഒരുപക്ഷെ പ്രതിഫലിക്കുവാനും ഇടയുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട പോലെ തന്നെ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 1%-അടുത്ത് നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.25%-ന്റെയും ഫ്രാൻസ് മാർക്കറ്റിന് 2%-അടുത്തും ജർമ്മൻ മാർക്കറ്റിന് 2.25%-ലേറെയും നേട്ടത്തോടുകൂടി വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ശനിയാഴ്ച വെളുപ്പിനെ 2.25-ഓടുകൂടി വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയില് അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 24,700 എന്ന ലെവലിലാണ് അവസാനിപ്പിച്ചതെങ്കിൽ ഇന്ന് വീണ്ടും വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ ആ നേട്ടങ്ങളൊക്കെ ചോർന്നു പോയിട്ടുമുണ്ട്. നിലവിൽ ആകെ 43 പോയിന്റുകളുടെ അഥവാ 0.18% നേട്ടം മാത്രമേ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ പ്രതിഫലിക്കുന്നുമുള്ളൂ. 24,459 എന്ന ലെവലിലായിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നതും. അതിനാൽ തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയി വരുമ്പോഴേക്കും ഒരുപക്ഷെ ഗിഫ്റ്റ് നിഫ്റ്റിയിലും മാറ്റങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.25%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 1%-ന്റെയും നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയില് 5%-ലേറെ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് $90.37 പെർ ബാരൽ എന്ന നിലയിലേക്കും, ക്രൂഡ് ഓയിലിന്റെ വില 6.5%-അടുത്ത് ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് $89.18 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. എണ്ണയുടെ വില ഉയർന്നപ്പോൾ ഗോൾഡിന്റെ വിലയിൽ 1%-അടുത്ത് ഇടിവാണ് അനുഭവപ്പെടുന്നതും $4,799.15 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇന്ന് ഒരുപക്ഷെ വീണ്ടും ഓയിലിന്റെ വില കുതിച്ചു ചാടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കാൻ ഇടയുണ്ട്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്സുകൾ പരിശോധിക്കാം. നിഫ്റ്റിയുടെ PCR 1.02 എന്ന നിലയിലും മാക്സ് പെയിൻ 24,250 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. വെള്ളിയാഴ്ചയും നേട്ടത്തോടുകൂടെ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായെങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജിന്റെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായില്ല. എങ്കിലും ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നതും. 24,000 എന്ന സ്ട്രൈക്കിലാണ് അതേസമയം പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.96 എന്ന നിലയിലും മാക്സ് പെയിൻ 55,900 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നതും. അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി ബാങ്ക് നിഫ്റ്റിയുടെ 200 EMA നിലനിൽക്കുന്നത് 56,690 എന്ന ലെവലിലാണ്. തുടർച്ചയായി അവസാന 3 ട്രേഡിംഗ് സെഷനിലും ഈ ലെവലിൽ ബാങ്ക് നിഫ്റ്റിക്ക് ശക്തമായ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തു. ആയതിനാൽ തന്നെ ഇന്നും ബാങ്ക് നിഫ്റ്റിക്ക് ഈ ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ തുടർന്ന് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 58,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 56,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുന്നതും 56,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 56,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ 4 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് പ്രോഫിറ്റില് 13.9% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം റവന്യൂവില് 106.5% ഉയർച്ചയും രേഖപ്പെടുത്തി. കൂടാതെ 60 പൈസ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. മാസ്റ്റെക്
കമ്പനിയുടെ പ്രോഫിറ്റില് 30.9% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 3.6% ഉയർച്ചയും രേഖപ്പെടുത്തി. കൂടാതെ 16 രൂപ per ഷെയർ എന്ന നിലയിൽ ഡിവിഡന്റിനായിട്ടുള്ള അംഗീകാരവും ബോർഡ് നൽകി. HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് ഒഡീഷയിൽ നിന്ന് 1582.11 കോടി രൂപയുടെ റോഡ് നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനത്തിന് ലഭിച്ചു. EMS വാരണാസിയിൽ നിന്നും 143.79 കോടി രൂപയുടെയും 64.8 കോടി രൂപയുടെയും 2 നിർമ്മാണ പദ്ധതികൾക്ക് ഏറ്റവും കുറഞ്ഞ ലേലക്കാരനായിട്ട് കമ്പനിയെ തിരഞ്ഞെടുത്തു. സിപ്ല ഏപ്രിൽ 16 മുതൽ 17 വരെ ഗോവയിലെ കമ്പനിയുടെ നിർമ്മാണ കേന്ദ്രത്തിൽ US FDA പരിശോധന നടത്തി. ഇതിൽ 2 നിരീക്ഷണങ്ങൾ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു. ലെമൺ ട്രീ ഹോട്ടൽസ് ഗുജറാത്തിലെ ഗുരുഡേശ്വരിൽ 90 മുറികളുള്ള ഒരു പ്രോപ്പർട്ടിയുടെ ലൈസൻസ് കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. UNO മിൻഡ ഏപ്രിൽ 19 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ LPS ഡൊമെയിൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ശ്രീ വിവേക് ശ്രീപാന്ത് ജോഷിയെ നിയമിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. സി എന്റർടൈൻമെന്റ് ഫാന്റം ഡിജിറ്റൽ ഇഫക്ട്സിന്റെ കമ്പൾസറി കൺവേർട്ടബിൾ ഡിബഞ്ചറുകളിൽ 116 കോടി രൂപ വരെയുള്ള നിക്ഷേപത്തിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. ഈ മുദ്ര HR നിയമനം, ധനകാര്യം, മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ നീളം ഡോക്യുമെന്റ് വർക്ക് ഫ്ലോകൾ ഡിജിറ്റലൈസ് ചെയ്യുവാൻ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ അതായത് SMEകളെ സഹായിക്കുന്നതിനായിട്ട് സൈനർ ആരംഭിക്കുന്നതായിട്ട് കമ്പനി പ്രഖ്യാപിച്ചു. ട്രെൻഡ് ബോണസ് ഓഹരികൾ വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് പരിഗണിക്കുന്നതിനും അധിക ഫണ്ട് സമാഹരിക്കുന്നതിനുമായിട്ടുള്ള അനുമതി തേടുന്നതിനുമായി ഏപ്രിൽ 22 കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.